തുടരാമോ? ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് RB സനൂപ് കൂടി ചേരുന്നുണ്ട്. സനൂപ്, മൊഴിയെടുക്കൽ എപ്പോഴാണ് ആരംഭിച്ചത്? തുടരുകയാണോ? 15 മിനിറ്റ് മുമ്പാകെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ആസ്ഥാനത്ത് എത്തിയത്. ഇപ്പോൾ ഈ കാണുന്ന കെട്ടിടത്തിലാണ് ദേവസ്വം വിജിലൻസിൽ പ്രവർത്തിക്കുന്നതിന്റെ 3ാമത്തെ നിലയിൽ. അവിടെയാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 3ാം വട്ടമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ ദേവസ്വം വിജിലൻസ് നടത്തുന്നു. നേരത്തെ 2 തവണ ഇയാളിൽ നിന്ന് വിശദാംശങ്ങൾ ദേവസ്വം വിജിലൻസ് തേടിയിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുകളും മറ്റ് കൂടുതൽ കാര്യങ്ങളും പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചത്. ഇന്ന് രാവിലെയും ഈ ചോദ്യം ചെയ്യൽ ഇന്നുണ്ടാവില്ല എന്നുള്ള വിവരമായിരുന്നു വന്നത്. അക്കാര്യം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സൂചിപ്പിച്ച് തന്നെ വിളിപ്പിച്ചിട്ടില്ല എന്ന്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാണ് ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു നീക്കം ഉണ്ടായത്. ഇന്ന് തന്നെ നേരിട്ട് ഹാജരാവണം, ചോദ്യം ചെയ്യാൻ വേണ്ടി വരണം എന്നുള്ള ഒരു നിർദ്ദേശം ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എത്തുകയും ഇപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൃത്യമായിട്ടുള്ള ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ടാണ് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുള്ളത്. കാരണം ഈ പറയുന്ന പോലെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലമൊക്കെ കൊടുത്ത് നേരത്തെ 2 തവണ വിജിലൻസ് ചോദ്യം ചെയ്തൊക്കെ നടപടികൾ പൂർത്തിയാക്കിയതാണ്. പക്ഷേ ഇനിയും കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള നേട്ടമടക്കം ഉണ്ടാക്കിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധനയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ചോദ്യം ചെയ്യൽ. കാരണം ഈ സ്വർണ്ണപ്പാളി ഇവിടെ നിന്ന് കൊടുത്തു വിട്ടതിന് ശേഷം അതും കൊണ്ടുപോയി പലയിടങ്ങളിലായിട്ട് വെച്ച് പൂജ നടത്തി അതുവഴി പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ദേവസ്വം വിജിലൻസിന് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് ചോദിച്ചറിയും. അതോടൊപ്പം തന്നെ ഈ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ അതെല്ലാം തന്നെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. പക്ഷേ ഇന്നത്തെ ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയാലും ഇനിയും കൂടുതൽ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ വന്നാൽ വീണ്ടും വിജിലൻസ് വിളിപ്പിച്ചേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിരിക്കില്ല ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യാൻ പോകുന്നത്. മറ്റ് പലർക്കുമായിട്ട് നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് സ്പോൺസർമാരായിട്ടുള്ള അനന്ത സുബ്രഹ്മണ്യൻ, അതേപോലെ തന്നെ രമേശൻ തുടങ്ങിയവരെയൊക്കെ തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നേരത്തെ ബാംഗ്ലൂർ അടക്കം ദേവസ്വം വിജിലൻസ് പോയി പരിശോധനയും മറ്റുമൊക്കെ നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്, കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഇവിടെ നിന്ന് കൊണ്ടുപോയത് ചെമ്പ് പാളിയാണെന്നൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തേണ്ടത് അതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യൽ ദേവസ്വം ആസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് അറിയേണ്ടത്, ഇപ്പൊ നേരത്തെ സനൂപ് സൂചിപ്പിച്ചതുപോലെ ഇതിലെ സാമ്പത്തിക ഇടപാട്, ആരിൽ നിന്നെങ്കിലും പണം കൈപ്പറ്റിയിട്ടുണ്ടോ, ഒപ്പം തന്നെ ഇത് എവിടെയൊക്കെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന സ്ഥലത്തേക്കല്ല സാധനം എത്തിച്ചത്, 1 മാസം കഴിഞ്ഞ് ലേറ്റായിട്ട് എത്തിച്ചു, അങ്ങനെ പല പല വിഷയങ്ങളുണ്ട് ദേവസ്വത്തിനെ സംബന്ധിച്ച്. അതിൽ പ്രധാനമായിട്ട് ഇപ്പൊ കോടതിയെ ബോധിപ്പിക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്വത്തിലേക്ക്, ഇല്ലെങ്കിൽ അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വിജിലൻസ് കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ഇനി അവർക്ക് ക്ലിയർ ആകാനുള്ളത് കേസിൽ? ദേവസ്വം വിജിലൻസ് SP സുനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂരിലടക്കം ദേവസ്വം വിജിലൻസ് നേരത്തെ പോയി തെളിവുകളും മറ്റുമൊക്കെ ശേഖരിച്ചിരുന്നു. ഇനി വ്യക്തത വരുത്തേണ്ട കാര്യങ്ങൾ, ഈ പറയുന്ന ഇവിടുന്ന് കൊണ്ടുപോയ പാളി അത് ഈ പറയുന്ന 40 ദിവസം എന്തിനാണ് കയ്യിൽ സൂക്ഷിച്ചത്, അത് നേരത്തെ തന്നെ ഒരിക്കൽ ദേവസ്വം വിജിലൻസ് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാണ്. പക്ഷേ കൂടുതൽ വ്യക്തത കൂടി വരുത്തേണ്ടതുണ്ട്. കാരണം ഇത് ഇവിടുന്ന് കൊണ്ടുപോയി പോകുന്ന വഴി തന്നെ ഏതെങ്കിലും ഈ ആത്മീയമായിട്ടുള്ള കച്ചവടം നടത്താൻ വേണ്ടിയുള്ള ഇടപാടുകൾ എന്തെങ്കിലും നടത്തിയോ, സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഇതുവഴി ഉണ്ടാക്കാൻ ശ്രമിച്ചോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. തന്നോട് മാത്രം ചോദിച്ചാൽ പോരാ, മറ്റുള്ളവരെ കൂടി ചോദിച്ചാൽ മാത്രമേ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തത വരൂ എന്നൊക്കെ ദേവസ്വം ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ മാധ്യമങ്ങൾക്ക് മുമ്പാകെയൊക്കെ പറഞ്ഞാണ്. പക്ഷേ അതുകൊണ്ടൊന്നും മാത്രം പോരാ, കൃത്യമായിട്ടുള്ള ചോദ്യാവലി തയ്യാറാക്കിയിട്ടുണ്ട് ദേവസ്വം വിജിലൻസ്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി, വ്യക്തമായിട്ടുള്ള മറുപടി തന്നെ ഈ ദേവസ്വം വിജിലൻസിന് മുമ്പാകെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു ചോദ്യം ചെയ്യൽ, ഇന്ന് 3ാം വട്ടം നടക്കുന്ന ഈ ചോദ്യം ചെയ്യൽ തീർച്ചയായിട്ടും കൂടുതൽ സമയം വേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഓരോ ചോദ്യങ്ങൾക്കും, വിജിലൻസ് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടി, എന്തിനു വേണ്ടിയാണ് 40 ദിവസത്തോളം ഈ പാളികൾ കയ്യിൽ സൂക്ഷിച്ചത്, അതിൽ വേറെന്തെങ്കിലും ഇടപാട് നടത്തിയിട്ടുണ്ടോ, അതിനോടൊപ്പം തന്നെ ഇവിടുന്ന് സ്വർണം പൂശിയ ശേഷവും ഈ സ്വർണ്ണപ്പാളികൾ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. അതേപോലെ
ഇതിന്റെ പേരിൽ ശബരിമലയുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ വന്നിട്ടുണ്ടോ, സ്പോൺസർ എന്നൊക്കെ പറയുന്നെങ്കിലും മറ്റുള്ളവരിൽ നിന്നൊക്കെ പണം പിരിച്ചു കൊണ്ടുവന്ന് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇടപാടുകളൊക്കെ നടത്തിയിരുന്നത്. അന്നദാനം, ഒരു ദിവസം അന്നദാനം നടത്തുന്ന 6 ലക്ഷം രൂപയ്ക്ക് വേണം. അപ്പൊ അത്രത്തോളം രൂപയൊക്കെ സമാഹരിക്കാൻ വേണ്ടി എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ചോദിച്ചറിയും. അതേപോലെ ഈ പറയുന്ന കൂടെയുള്ള മറ്റ് സ്പോൺസർമാരുടെയൊക്കെ ഇടപെടൽ, അനന്ത സുബ്രഹ്മണ്യൻ, രമേശൻ തുടങ്ങിയവരുടെയൊക്കെ ഇടപെടൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ദേവസ്വം വിജിലൻസിന് എഫ്ഐആർ ഇട്ട് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കും.